നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഹാൻഡിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ പിടിക്കേണ്ട ഒരു മെത്തേഡ് പറയാം. നിങ്ങൾ ഇത്തരത്തിൽ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുക ഹാൻഡിലിൻ്റെ മുകളിൽ. അതിനുശേഷം ഇത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വിരൽ ജസ്റ്റ് താഴോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ വേണം നിങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൂ വീലർ റൈഡ് ചെയ്യാൻ പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ടൂ വീലർ റൈഡിങ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ട്രിക്കെന്ന് പറയുന്നത്, നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ പോലും ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സ്കൂട്ടിയിൽ ആ ഒരു ബാലൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഒരു ടൂ വീലർ റൈഡ് ചെയ്യാനായിട്ടുള്ള ചില സിമ്പിൾ ട്രിക്കുകളും ടെക്നിക്കുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ടൂ വീലർ റൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ പോലും ഏറ്റവും എളുപ്പത്തിൽ ഈ ഒരു ടൂ വീലർ റൈഡ് ചെയ്യാനായിട്ടുള്ള ട്രിക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബ് ബട്ടണിനോട് ചേർന്നുള്ള ആ ബെൽ ഐക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരാൾക്ക് സ്കൂട്ടിയിൽ തന്നെ നമുക്ക് ബാലൻസ് എളുപ്പത്തിൽ നേടാനും എളുപ്പത്തിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ട്രിക്കുകൾ നിങ്ങളെ കാണിച്ചു. നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് സ്കൂട്ടിയുടെ ഹാൻഡിൽ ബാറാണ്. അപ്പോൾ ഈ ഹാൻഡിൽ ബാറിൽ നമുക്കിവിടെ വലത്തെ സൈഡിൽ കാണുന്നത് വണ്ടിയുടെ ആക്സിലറേറ്ററും ബ്രേക്കുമാണ്. ഇത് ഫ്രണ്ട് ബ്രേക്ക് വരുന്നു, ഇത് ആക്സിലറേഷൻ വരുന്നു. ഇവിടെ നമുക്ക് ഇടത്തെ സൈഡിൽ കാണുന്നത് വണ്ടിയുടെ ബാക്കിലെ ബ്രേക്കാണ്. ഇവിടെ നമ്മൾ വേറെ ഒരു യൂസ് ഒന്നും വരുന്നില്ല. ഈ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ ബ്രേക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ സൈക്കിളെ ഒന്നെങ്കിൽ ഒരാൾ പുറകിൽ തള്ളുന്നു, അല്ലെങ്കിൽ നമ്മൾ സൈക്കിള് മെല്ലെ ചവിട്ടി ഒക്കെയാണ് നമ്മളത് പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ വണ്ടിയെയും മൂവ്മെൻറ്റിലൂടെ മാത്രമേ പഠിച്ചെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത്, അതായത് വണ്ടിയുടെ താക്കോലിടുന്ന ഭാഗം ഇവിടെയാണ്. ഇവിടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മൂവ് ആക്കുകയും വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുകയും ഒപ്പം നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് നമ്മൾ ഇത്തരത്തിൽ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ബ്രേക്ക്, ഓർത്തിരിക്കുക, ബാക്ക് സൈഡിലെ ബ്രേക്കും കൂടെ കൺട്രോൾ ചെയ്ത് വേണം നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് സാധാരണ യൂസ് ചെയ്യാറില്ല പഠിക്കുന്ന സമയത്ത്. കാരണം ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ പഠിക്കുന്ന ടൈമിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് നിങ്ങൾ ജസ്റ്റ് ഓർക്കുക. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഹാൻഡിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ പിടിക്കേണ്ട ഒരു മെത്തേഡ് പറയാം. നിങ്ങൾ ഇത്തരത്തിൽ കൈ ഇങ്ങനെ നിവർത്തി പിടിക്കുക ഹാൻഡിലിൻ്റെ മുകളിൽ. അതിനുശേഷം ഇത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വിരൽ ജസ്റ്റ് താഴോട്ട് വെച്ചിട്ട് ഇത് ഇങ്ങനെ വേണം നിങ്ങൾ ഹാൻഡിലിൽ കൈ പിടിക്കാനായിട്ട്. ഇങ്ങനെ പിടിച്ചെങ്കിൽ ഇത് നമ്മൾ ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലേഷൻ മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ചില ആൾക്കാർ പഠിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി കൂടുതൽ ആക്സിലേഷൻ പെഡലിലേക്ക് വരും. അതോടൊപ്പം തന്നെ നമ്മൾ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് നമുക്കൊരു ബാലൻസ് കിട്ടത്തില്ല. ഇനി നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ റെയറായിട്ടാണ് വരുന്നത് തുടക്കത്തിൽ. അപ്പം അത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ രണ്ട് വിരൽ ഉപയോഗിച്ചാണ്. ഇത് ഇത്തരത്തിൽ രണ്ട് വിരൽ ഉപയോഗിച്ച് വേണം നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ബാക്ക് ബ്രേക്കും അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ബാലൻസ് കിട്ടാനായിട്ട് നിങ്ങളിത് ഹാൻഡിലിൻ്റെ മുകളിൽ നിങ്ങളിങ്ങനെ കൈ നിവർത്തി വെക്കുന്നു. നിങ്ങളുടെ കൈയുടെ തള്ളവിരൽ താഴോട്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ കൈ പിടിക്കുക. നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ബാക്ക് ബ്രേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഈ കൈവിരൽ നിവർത്തിയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് ഒരു കാരണവശാലും തുടക്കത്തിൽ ഓടിച്ച് നോക്കരുത്. നിങ്ങൾ തുടക്കത്തിൽ റൈഡ് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ നിങ്ങൾ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഒന്നാമത്തെ മെത്തേഡ്, നമ്മളിത് ഇത്തരത്തിൽ കൈ പിടിക്കുന്നു, കൈ ഇങ്ങനെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് ഒരുപാട് ബലം ഹാൻഡിൽ കൊടുക്കാതിരിക്കുക. ജസ്റ്റ് നിങ്ങൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടതിന് ശേഷം ഇടത്തെ സൈഡിലേക്കും ഇതേ വലത്തെ സൈഡിലേക്കും ഹാൻഡിൽ തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഹാൻഡിലിനെ കുറിച്ചൊരു ധാരണ കിട്ടും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് രണ്ട് കാലും ഇത്തരത്തിൽ ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ഒരു ഗ്രൗണ്ടിൽ ഇതേ ഇങ്ങനെ മെല്ലെ മെല്ലെ വണ്ടി മുന്നോട്ട് നിൽക്കുക. ഈ ഹാൻഡിലിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. കൈ പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇടത്തേക്കാല് വലത്തേക്കാല് വെച്ചിട്ട് ഇതിപ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഞാൻ ഹാൻഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുന്നു. അതിനുശേഷം വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്കൊന്ന് ഉരുട്ടുന്നു. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ബാക്കിലെ ബ്രേക്ക് ഇതേ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടി ഇങ്ങനെ പെട്ടെന്ന് നിർത്താം. അപ്പം നിങ്ങൾ ഉരുട്ടുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളുടെ ഈ രണ്ട് വിരൽ ഈ ഹാൻഡിലിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ മുകളിൽ വെച്ചേക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതേ ജസ്റ്റ് ഇതേ ഇങ്ങനെ നമ്മൾ രണ്ട് കാലും കുത്തിയിട്ട് വണ്ടി ഒരു ഗ്രൗണ്ടിൽ ജസ്റ്റ് ഇതേ ഇത്തരത്തിൽ ഒന്ന് ഉരുട്ടുക. നിങ്ങൾ നോക്കുക,
ഞാനിതിങ്ങനെ മെല്ലെ ഉരുട്ടുവാണ്. അതിനുശേഷം വണ്ടി ഇവിടെ വീണ്ടും നിർത്തുന്നു. ഇനി വണ്ടി തിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം നമുക്ക് ഇവിടുന്ന് വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ഇപ്പോൾ വണ്ടി ഇങ്ങോട്ട് ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ബാക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇതേ ഹാൻഡിൽ ഇങ്ങനെ ജസ്റ്റ് വലത്തെ സൈഡിലേക്ക് തിരിക്കുക. അതിനുശേഷം നമ്മളിതേ കാല് വെച്ചിട്ട് ഇതേ ഇങ്ങനെ തള്ളുക. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഹാൻഡിലിനെ കുറിച്ചൊരു ധാരണ കിട്ടാനാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമ്മളിതേ ഇത്തരത്തിൽ ഹാൻഡിൽ നേരെയാക്കി കൊടുക്കുന്നു. വീണ്ടും നമുക്കിതേ കുറച്ച് മുന്നോട്ട് വണ്ടി ഇത്തരത്തിൽ ഹാൻഡിൽ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആദ്യം ഒന്ന് എടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഹാൻഡിൽ ബാലൻസിനെ കുറിച്ച്. ഇനി ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് താക്കോലിടുന്നു, ഇഗ്നീഷൻ ജസ്റ്റ് ഓണാക്കുന്നു. ഓണാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബാക്കിൽ ബ്രേക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക. പിടിച്ചിട്ട് ഇവിടെ സെൽഫുണ്ട്. ഈ സെൽഫ് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇത് സ്റ്റാർട്ടായിട്ട് ഇനി നിങ്ങൾ മൂവ് ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുക്കരുത്. ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇടത്തെ കൈ ഉപയോഗിച്ച് ഇതേ ബ്രേക്കിൻ്റെ ഈ ഒരു പെഡലിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചേക്കുക. പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ബ്രേക്ക് ഇങ്ങനെ അമർത്തി തന്നെ പിടിച്ചേക്കുക. അതിനുശേഷം ഇതേ കൈ ഇങ്ങനെ നേരെ വെച്ചിട്ട് ഈ ആക്സിലറേഷൻ പെഡലിൽ വെച്ചിട്ട് പതിയെ ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കുക, ബ്രേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട്. അപ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ലൈറ്റായിട്ട് നിങ്ങൾ ബാക്കിൽ ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ലൈറ്റായിട്ട് ബാക്കിൽ ബ്രേക്ക് അയക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പതിയെ മുന്നോട്ട് മൂവ് ആയി തുടങ്ങി എന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ ഇവിടെ കുറയ്ക്കുക. കുറച്ചിട്ട് ഇവിടെ ബാക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടി നിർത്താൻ കഴിയും. ഇങ്ങനെ നിങ്ങൾ നിർത്തിയെടുക്കാനായിട്ട് ആദ്യം നോക്കണം. കാരണം നമുക്കൊരു വണ്ടി നിർത്താനും അതോടൊപ്പം തന്നെ വണ്ടിയെ മൂവ് ആക്കാനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നെ നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകത്തില്ല ഈ ഒരു 2 വീലർ റൈഡ് ചെയ്യുന്ന സമയത്ത്. ഇതേ ലൈറ്റായിട്ട് ഞാനിവിടെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇവിടെ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മൂവ് ആക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് മെല്ലെ ബ്രേക്കിൽ നയിക്കുമ്പോൾ വണ്ടി മൂവ് ആകുന്നുണ്ട്. വണ്ടി നിർത്താനായിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ജസ്റ്റ് ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ നമുക്ക് വണ്ടിയെ വളരെ ഈസി ആയിട്ട് തന്നെ മൂവ് ആക്കാനും നിർത്താനുമായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിയെ മൂവ് ആക്കുകയാണ്. ബ്രേക്ക് പെഡലിൽ നിന്ന് ഇങ്ങനെ കൈ അയക്കുന്നു. അതിനുശേഷം ഇതേ ഇങ്ങനെ കാല് രണ്ടും കുത്തിക്കൊണ്ട് നമ്മൾ ചെറിയൊരു ഗ്രൗണ്ടിലൂടെ ഇത്തരത്തിൽ പതിയെ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇനി ആക്സിലറേഷൻ വേണ്ട, കണ്ടില്ല, ഇപ്പോൾ വണ്ടി ഓൾറെഡി ഒരു മൂവിങ് ഉണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ വണ്ടി ഇത്തരത്തിൽ പതിയെ മൂവ് ആകും. ഇനി വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ആക്സിലറേഷൻ കുറച്ചിട്ട് ഇവിടെ ബ്രേക്ക് പെഡലിലേക്ക് വരിക. അപ്പോൾ നമ്മൾ 2 കാലും കുത്തിയേക്കുന്നതുകൊണ്ട് വണ്ടി മറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ഗ്രൗണ്ടിൽ നല്ല രീതിയിലൊരു ടേൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു, 2 കാലും കുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ യു ടേൺ എടുക്കണം. മെല്ലെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇവിടെ ബ്രേക്ക് പെഡലിൽ കൈ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിവിടെ ടേൺ എടുത്ത് വന്നതിന് ശേഷം നമുക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ കുറയ്ക്കുക, ജസ്റ്റ് ബ്രേക്കിലേക്ക് വരിക. നമ്മൾ 2 കാലും കുത്തിയേക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി പ്രോപ്പറായിട്ട് തന്നെ നിർത്താനായിട്ട് കഴിയുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ കുറേയധികം ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡിൽ ബാലൻസ് കിട്ടും. അപ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് വരും. ആ കോൺഫിഡൻറ്റ് വരുമ്പോൾ നമ്മൾ പതിയെ ഇത്തരത്തിൽ ഒരു കാലെടുത്ത് മേളിൽ വെക്കുക. പ്രധാനമായിട്ട് നമ്മളുടെ ഇടത്തെ കാലെടുത്ത് ഇത്തരത്തിൽ മേളിൽ വെച്ചിട്ട് ഒരു കാല് വെച്ച് നിങ്ങൾ റൈഡ് ചെയ്യുക. പിന്നെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. അതിനുശേഷം മെല്ലെ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ അയച്ച് നമ്മളിങ്ങനെ എടുക്കുക. ഒരു കാല് കുത്തിയിട്ട് ഇങ്ങനെ റൈഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വണ്ടി നിർത്തണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ആക്സിലറേഷൻ കുറയ്ക്കുക, ബ്രേക്ക് പെഡലിലേക്ക് വരിക. ഓക്കെ, വീണ്ടും നമുക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക, ഈ ബ്രേക്കിൽ നിന്ന് അയക്കുക. ഇത് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാല് വെച്ച് ഇങ്ങനെ റൈഡ് ചെയ്ത് നമുക്ക് പതുക്കെ വണ്ടി മൂവ് ആക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം ഒന്ന് ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സ്വാഭാവികമായിട്ട് ഈ ഒരു കാലും കൂടെ എടുത്ത് മേളി വെച്ച് റൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ കോൺഫിഡൻറ്റ് വരുന്ന സമയത്ത് പതുക്കെ നമ്മൾ 2 കാലും എടുത്ത് മേളി വെച്ച് റൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ചാണ് നിങ്ങൾ 2 വീലർ സൈക്കിൾ ബാലൻസ് നിങ്ങൾക്ക് സ്കൂട്ടിയിൽ തന്നെ നേടിയെടുക്കാനായിട്ട് കഴിയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ 2 വീലറൊക്കെ റൈഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് വണ്ടിയൊക്കെ മറിയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മറിയുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേന് വണ്ടി സ്വാഭാവികമായിട്ട് ഇങ്ങനെ താഴോട്ട് പോകുന്ന ടൈമിൽ നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്, ഒരു കാരണവശാലും ആക്സിലറേഷൻ പെഡലിൽ ഇങ്ങനെ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ കുഴികളിലേക്കൊക്കെ വണ്ടി പോകും. അപ്പോൾ നമ്മുടെ വണ്ടി മറിയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ആക്സിലറേഷൻ പെഡലിൽ നിന്ന് കൈ അയച്ചേക്കുക.
വണ്ടി മറിഞ്ഞാൽ പതിയെ വണ്ടി താഴോട്ട് വെക്കുക. അതിനുശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കീ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. കീ ഓഫ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ വണ്ടി നിവർത്തി വെക്കാൻ പാടുള്ളൂ. ഇത് ഞാനിങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, പല ആൾക്കാരും സ്കൂട്ടി റൈഡ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് പലർക്കും വരാറുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്, മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഇത്തരത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത്, നിങ്ങൾക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ ഏകദേശം ഒരു 10 ദിവസം ഈ സ്കൂട്ടി ഒന്ന് ഇത്തരത്തിൽ ചെറിയൊരു ഗ്രൗണ്ടിലിട്ട് ഓടിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരു സ്കൂട്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സ്കൂട്ടി റൈഡ് ചെയ്ത് നോക്കുക. റൈഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഹെൽമെറ്റും കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ഏകദേശം ഒരു 10 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ സ്കൂട്ടി നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഓടിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഗുണമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.